അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിൽ നൂറുകണക്കിന് സ്ത്രീകൾ വ്യത്യസ്തമായ ഒരു സമരത്തിലാണ്. തീവ്ര ഓർത്തഡോക്സ് ജൂത സമൂഹത്തിൽ നിന്നുള്ള 800-ലധികം സ്ത്രീകളാണ് പങ്കാളികൾക്ക് ലൈംഗികത നിഷേധിച്ചുകൊണ്ട് സമരം നടത്തുന്നത്. വിവാഹിതരാവുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും കെണിയിൽപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള വിവാഹമോചന നിയമത്തിന് എതിരെയാണ് ഇവർ സമരം ചെയ്യുന്നത്. ജൂത നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം മുന്നോട്ടു പോകുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ വലിയ പിഴവുണ്ടെന്ന് സമരക്കാർ വാദിക്കുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുന്നത്. കിഡിയാസ് ജോയൽ എന്ന സ്ഥലത്ത് നിന്നാണ് സമരത്തിന് തുടക്കം. 100 കണക്കിന് വർഷം പഴക്കമുള്ള ജൂത നിയമപ്രകാരം വിവാഹിതരായ സ്ത്രീക്ക് എന്തെങ്കിലും കാരണവശാൽ ബന്ധം വേർപെടുത്തണമെങ്കിൽ നിരവധി കടമ്പകൾ താണ്ടേണ്ടതുണ്ട്. ഭർത്താവിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് വിവാഹമോചനം നേടാൻ സാധിക്കുകയുള്ളൂ. ഇത് പല സ്ത്രീകളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ചിലർ ഭർത്താക്കന്മാരുടെ ക്രൂര പീഡനം സഹിച്ചും ബന്ധം തുടരേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. ഗെറ്റ് എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥയാണ് സ്ത്രീകൾക്ക് വിവാഹമോചനം നിഷേധിക്കുന്നത്. ഇതുപ്രകാരം സ്ത്രീക്ക് സ്വയം ബന്ധം വേർപെടുത്താൻ അധികാരമില്ല. ഭർത്താവ് അനുമതി പത്രം എഴുതി നൽകിയാൽ മാത്രമേ വിവാഹമോചനം നടക്കുകയുള്ളൂ. വിവാഹമോചനം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അത് നൽകാതെ പീഡിപ്പിക്കാൻ പുരുഷന് അധികാരം നൽകുന്നതാണ് ഈ നിയമമെന്ന് സമരത്തിൽ പങ്കെടുക്കുന്നവർ പറയുന്നു. കിഡിയാസ് ജോയലിലുള്ള 29-കാരിയായ മാൽക്കി ബെർക്കോവിറ്റ്സ് ആണ് ഇപ്പോൾ സമരത്തിന് നിമിത്തമായത്. 2020 മുതൽ മാൽക്കി തന്റെ ഭർത്താവിൽ നിന്ന് ബന്ധം വേർപിരിഞ്ഞാണ് കഴിയുന്നത്. എന്നാൽ ജൂത വിശ്വാസപ്രകാരം നിയമപരമായ വിവാഹമോചനത്തിനുള്ള ഗെറ്റ് നൽകാൻ ഭർത്താവ് തയ്യാറായിട്ടില്ല. ഇതോടെ മാൽക്കിക്ക് മറ്റൊരു വിവാഹം കഴിക്കാനോ സ്വതന്ത്രമായ ജീവിതം നയിക്കാനോ പറ്റാത്ത സാഹചര്യമാണുള്ളത്. വിവാഹത്തിന് ശേഷം സ്ത്രീകളെ കെണിയിൽപ്പെടുത്തി ചങ്ങലയിലിടുന്ന രീതിയാണ് ഈ നിയമം കാരണം ഉണ്ടാവുന്നതെന്ന് സമരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ പറയുന്നു. പങ്കാളികൾക്ക് ലൈംഗികത നിഷേധിക്കുന്നതോടെ അവരും നിയമത്തിന്റെ ദോഷവശത്തെക്കുറിച്ച് ബോധമുള്ളവരായി മാറുമെന്ന് സ്ത്രീകൾ കരുതുന്നു. അവരും പിന്തുണയുമായി എത്തുമെന്നും നിയമത്തിൽ വൈകാതെ ഭേദഗതി വരുമെന്നുമാണ് സ്ത്രീകൾ കരുതുന്നത്. UK-യിൽ ഈ നിയമത്തിൽ പൊളിച്ചെഴുത്തുണ്ടായിട്ടുണ്ട്. ഗെറ്റ് നൽകാതിരിക്കുന്നത് അവിടെ ക്രിമിനൽ കുറ്റമാണ്. അമേരിക്കൻ നിയമവ്യവസ്ഥയിലും സമാനമായ മാറ്റം വരുത്തണമെന്ന് സമരം നയിക്കുന്നവർ ആവശ്യപ്പെടുന്നു. എന്നാൽ മതത്തിന്റെ നിയമങ്ങൾ അതുപോലെ തുടരണമെന്ന് റാബി ഫ്രം ഗോൾബർഗ്, റാവ് ഹർഷൽ ഷാർച്ചർ തുടങ്ങിയ പ്രമുഖ മതപണ്ഡിതരും ആവശ്യപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ സമരം വിവാഹത്തിന്റെ പവിത്രത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണെന്നും ഇവർ ആരോപിക്കുന്നു. ലോകത്ത് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ ലൈംഗിക സമരം നടക്കുന്നത്. പുരാതന ഗ്രീസ് മുതൽ ആധുനിക കൊളംബിയയിലും കെനിയയിലും വരെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ലൈംഗികത നിഷേധിച്ചുകൊണ്ട് സമരം നടന്നിട്ടുണ്ട്.